ഹായ് ഫ്രണ്ട്സ്, നസീർ ഗസാലിയാണ്. കുറേ ആയി നമ്മൾ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് കുടുംബപരമായി അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് തിരക്കുകൾ കൊണ്ടാണ്. അതുകൊണ്ട് കാര്യമായിട്ട് യാത്രയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് യാത്രാ വീഡിയോസും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ വളരെ അർജൻറ്റായിട്ട് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ യാത്രാ വീഡിയോസൊക്കെ കാണുന്ന ആളുകൾക്കറിയാം. ഇപ്പോൾ ലോകത്ത് തന്നെ ഒരു വലിയ ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു പോളാർ എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞ് നോർവേയിൽ ഏതാണ്ട് -40°C നടക്കുന്ന ഒരു എക്സ്പെഡിഷനാണ്. അതിൽ നമ്മുടെ മലയാളിയായിട്ടുള്ള നമ്മുടെ സുഹൃത്ത് അഷ്റഫ് എക്സൽ മത്സരിക്കുന്നുണ്ട്. അഷ്റഫിനെ പോലെ തന്നെ മറ്റ് മലയാളികളും ഒരുപാട് മറ്റ് ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ലോകത്ത് തന്നെ കേവലം 11 പേർക്ക് മാത്രമാണ് ഇതിന് അവസരമുള്ളത്. കൂടുതൽ ഡീറ്റെയിലൊക്കെ അഷ്റഫിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം. എനിവേ ഞാനിപ്പോൾ പറയുന്നത്, ഇപ്പോൾ അഷ്റഫ് നിലവിൽ ഇന്ത്യ അടങ്ങുന്ന 60 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു പൂളിൽ അഷ്റഫ് 1ാം സ്ഥാനത്താണ് നിലവിലുള്ളത്. അത്ര സേഫായിട്ടുള്ള ഒരു മാർജിനിലല്ല അഷ്റഫ് ഇപ്പോൾ 1ാം സ്ഥാനത്തുള്ളത്. തൊട്ട് ബാക്കിലായിട്ട് മറ്റൊരു സുഹൃത്തുണ്ട്. പലപ്പോഴും അദ്ദേഹം 1ാം സ്ഥാനത്ത് വരും, അഷ്റഫ് 2ാം സ്ഥാനത്ത് വരും. അതങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇനി വോട്ടിംഗ് അവസാനിക്കാൻ ഏതാണ്ട് 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ ഞാൻ ഈ സമയത്ത് പറയുന്നത് ഏതാണ്ട് 1 ലക്ഷം വോട്ടുകൾക്ക് മുകളിൽ അഷ്റഫ് നിലവിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ യാത്രാ വീഡിയോകളൊക്കെ കാണുന്ന, നമ്മൾ സ്ഥിരമായിട്ട് യാത്രാ വീഡിയോകളുടെ അപ്പോസ്തലന്മാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ അഷ്റഫിന് വേണ്ടി, കാരണം അവരൊന്നും മത്സരിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു യാത്രാ വീഡിയോ ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ട്രാവൽ വ്ളോഗറായിട്ടുള്ള ഒരാളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പരിചയ സർക്കിളിൽ ഞാൻ എന്താക്കിയിട്ടുണ്ട്, പരമാവധി ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു, പരമാവധി ആളുകളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എനിക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കുറഞ്ഞ റീച്ചേ ഉള്ളൂ, നമ്മുടെ യൂട്യൂബിലൊക്കെ വളരെ കുറഞ്ഞ ആളുകളെ കാണുന്നുള്ളൂ. പക്ഷേ നല്ല റീച്ചുള്ള ഏതാണ്ട് 5 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സുള്ള, 4 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഫോളോവേഴ്സുള്ള ട്രാവൽ വീഡിയോ മാത്രം ചെയ്യുന്ന സുഹൃത്തുക്കൾ പോലും അതിലധിക പേരും അഷ്റഫിനെ സപ്പോർട്ട് ചെയ്യാൻ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സുജിത് ഭക്തൻ്റെയൊക്കെ ഒരു ചെറിയൊരു സപ്പോർട്ട് അഷ്റഫിന് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും ബഹുഭൂരിപക്ഷം യാത്ര വീഡിയോ ചെയ്യുന്ന, അത് ഞാൻ പ്രത്യേകം പറയുന്നത്, അവർ ഒരു ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു മലയാളം ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള അധിക പേരും അഷ്റഫിനെ സപ്പോർട്ട് ചെയ്യാൻ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ നമ്മുടെ രതീഷ് ആർമേനോൻ്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് കണ്ടിരുന്നു. വളരെ എണ്ണം പറഞ്ഞ 1, 2, 3 ആളുകൾ മാത്രമേ പരസ്യമായിട്ട് അഷ്റഫിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ളൂ. അത് എന്താണ് കാരണമെന്ന് ഞാൻ പൊതുവെ അന്വേഷിച്ചു. അപ്പോൾ എനിക്കറിയാൻ പറ്റിയത്, ഇപ്പോൾ എനിക്കൊന്നും കിട്ടാത്ത, ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മലയാളികളെക്കുറിച്ച് നമ്മൾ പൊതുവേ നമ്മൾ പറഞ്ഞു വരുത്താറുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു കുശുമ്പാണ്. സത്യത്തിൽ അത് തന്നെയാണ് എന്ന് എനിക്ക് ചില ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു. മറ്റവന് ഇപ്പോൾ അഷ്റഫ് പോളാറിൽ പോയി ഈ -40°യിൽ 300 കിലോമീറ്ററോളം നായികൾ വലിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യുന്നൊരു പരിപാടിയാണ്. വളരെ സാഹസപ്പെട്ട ഒരു യാത്രയാണ്. അപ്പോൾ അതിനൊരു മലയാളി അതിൽ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയൊരു അംഗീകാരമാണ്. അപ്പോൾ ആ അംഗീകാരം നമ്മൾ മലയാളികൾ എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു മറ്റൊരു ട്രെൻഡ് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ബാബുക്ക എന്ന് പറയുന്ന ഒരു മലയാളിയാണ് പോയത്. അപ്പോൾ കഴിഞ്ഞ വർഷം പരാജയപ്പെട്ട ആളാണ് ഇപ്പോൾ നിലവിൽ 2ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ വേറെ ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം നമ്മൾ മലയാളികൾ ഇയാളെ തോൽപ്പിച്ചു, അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ മലയാളികൾ തന്നെ അദ്ദേഹത്തെ വിജയിപ്പിക്കണം. അങ്ങനൊരു സംഗതി ഇല്ലല്ലോ. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ കളി ഇന്ന് നടക്കാൻ പോവുകയാണ്. സഞ്ജു സാംസൺ ടീമിൽ വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സഞ്ജു എന്താ പറയുക, ഈ കളി കളിച്ചാൽ അടുത്ത കളിയിൽ മറ്റു രാജ്യക്കാരൻ കയറണം നമ്മൾ പറയില്ലല്ലോ. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ദേശീയത എന്നൊക്കെ പറയും. ആ ഒരു ദേശീയത ഉണരേണ്ട ഒരു സമയം തന്നെയാണിത്. നമ്മൾ മലയാളികൾ ഒന്ന് ഒത്തുപിടിച്ചാൽ, ഒന്ന് ഉത്സാഹിച്ചാൽ, കേവലം 3 ദിവസം കൂടെ മാത്രമേ ഈ ഒരു വീഡിയോ അവസാനിക്കാൻ, ഈ ഒരു വോട്ടിംഗ് അവസാനിക്കാൻ ബാക്കിയുള്ളൂ. ആ സമയത്ത് നമ്മളൊക്കെ ഒന്ന് ഒത്തൊരുമിച്ചൊന്ന് ഉത്സാഹിച്ചാൽ നമുക്ക് അഷ്റഫിനെ തന്നെ അതിലേക്ക് പറഞ്ഞേക്കാൻ കഴിയും. ഇപ്പോൾ ഏതാണ്ട് ഒരു 10,000 വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് നിലവിൽ അഷ്റഫിനുള്ളത്. അത് ഈ പോളാർ എക്സ്പെഡിഷൻ്റെ വോട്ടിംഗ് പാറ്റേൺ അറിയുന്ന ആളുകൾക്കറിയാം. അതൊരു സേഫായിട്ടുള്ള ഒരു എന്താ പറയുക, സേഫായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഒന്നും ഒരിക്കലും അല്ല. കാരണം ഒരു ദിവസം കൊണ്ട് നമ്മൾ 13,000 വോട്ടിന് പിറകിലായിരുന്ന നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 15,000, 20,000 വോട്ട് എന്നുള്ളത് ഒരിക്കലും ഒരു സേഫ് ഡിസ്റ്റൻസ് അല്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും ഇതുവരെ അഷ്റഫിന് വേണ്ടി വോട്ട് ചെയ്യാത്ത, ഇനി ബാക്കിയുള്ള മുഴുവൻ ഓരോ ആളുകളും, അത് മലയാളികളെന്നില്ല, ആരാണോ
അവർക്ക് കഴിയുന്ന രൂപത്തിൽ അഷ്റഫിൻ്റെ കഴിവുള്ള ആളാണ്. വെറുതെ അഷ്റഫ് മലയാളി എന്നുള്ള രൂപത്തിൽ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അഷ്റഫിൻ്റെ ചാനൽ നിങ്ങൾക്ക് കാണാം, അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണാം. ഞാൻ നേരിട്ട് അഷ്റഫുമായിട്ട് സംസാരിക്കാനും ഇടപഴകാനൊക്കെ ഒരു അവസരം കിട്ടിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു വീഡിയോനോട് കാണിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ചെയ്യുന്ന കാര്യത്തോട് അദ്ദേഹം കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് അത് അത്രത്തോളമുണ്ട്. ഓരോ വീഡിയോ ചെയ്യാൻ വേണ്ടിയും അദ്ദേഹം ചെലവഴിക്കുന്ന സമയങ്ങൾ, അധ്വാനം അതൊന്നും ചെറുതല്ല. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അഷ്റഫ്. അതുകൊണ്ട് അഷ്റഫിനെ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്തിരിക്കണം. ഇതിനകം തന്നെ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ 1-2 ദിവസങ്ങൾ കൂടെ മാത്രം നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. ആ ദിവസം കൂടെ പരമാവധി ആളുകളിലേക്ക് എത്തിച്ച് ഒരു നല്ല ഒരു ലീഡ് കൊടുത്ത് അഷ്റഫിന് നമുക്ക് 1ാം സ്ഥാനത്ത് എത്തിച്ച് നോർവേയിൽ നടക്കുന്ന ഈ പോളാർ എക്സ്പെഡിഷന് അഷ്റഫിന് നമുക്ക് പറഞ്ഞേക്കാം. ആ ഒരു സന്തോഷം നമ്മൾ ഉൾക്കൊള്ളണം. എല്ലാ ആളുകളും, പ്രത്യേകിച്ച് ഞാൻ ഇത് പറയുന്നത് ഈ ട്രാവൽ വീഡിയോ ചെയ്യുന്ന എല്ലാ നല്ല മുതിർന്നവരായിട്ടുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള എല്ലാ ആളുകളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഈഗോ ഒക്കെ തൽക്കാലം നിങ്ങൾ മാറ്റി വെക്കുക. ആ ഈഗോ മാറ്റി വെച്ച് നമ്മളിൽപ്പെട്ട ട്രാവൽ വീഡിയോ ചെയ്യുന്ന ഒരാളെ നമുക്ക് ആ ഒരു എക്സ്പെഡിഷന് വേണ്ടി പറഞ്ഞേക്കാം. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, -40 ഡിഗ്രി എന്ന് പറയുന്നത് വളരെ സാഹസപ്പെട്ട ഒരു കാര്യമാണ് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും തന്നെ കൊണ്ട് ആവുന്ന രൂപത്തിൽ അതിൻ്റെ വീഡിയോ, അതിൻ്റെ ചിത്രീകരണമൊക്കെ ചെയ്യാനും അത് മലയാളികളിലേക്ക് എത്തിക്കാനും അദ്ദേഹം ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പോൾ വളർന്നു വന്ന ഒരുപാട് യാത്രാ ബ്ലോഗർമാരെ അദ്ദേഹം വല്ലാതെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് അഷ്റഫ്. അങ്ങനെയുള്ള അഷ്റഫിനെ നമുക്ക് കൈയൊഴിഞ്ഞുകൂടാ. അതുകൊണ്ട് മുഴുവൻ ആളുകളും പിന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹത്തെ തന്നെ നമുക്ക് ഈ ഒരു എക്സ്പെഡിഷന് പറഞ്ഞേക്കണമെന്നും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.